അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല് കൈത്തണ്ട നമ്മള് വിരല് പറയില്ല ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോലി ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഹായ് എവരിവൺ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും സജ്ജന ഫിറോസ് തന്നെയാണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയും അതിന്റെ ബാക്കി പത്രമാണ്. അപ്പോ സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ റസൂൽ പൂക്കൂട്ടിയും സജ്ജന ഫിറോസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പുറത്തു വന്നതോടുകൂടി ഫിറോസിന്റെ അവിഹിത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സജ്ജന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ച് സജ്ജനയും ഫിറോസും തമ്മിൽ പിന്നെ നല്ല രീതിയിൽ നിന്നപ്പോൾ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് അവിഹിതങ്ങൾ ഫിറോസിന് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 17 വയസ്സുള്ള ഒരു പെൺകൊച്ചുണ്ട്, പിന്നെ അതുപോലെ തന്നെ വന്നേക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഒരു ആയുർവേദ ഡോക്ടറുണ്ട്. ഇത് മൂന്നുമാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നിൽക്കുന്നത്. ചുരുക്കി പറയുവാണെങ്കിൽ തന്റെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാൻ ഒരു അവിഹിത വീരനാണെന്നാണ് പുള്ളിക്കാരി വന്ന് പറഞ്ഞത്. അപ്പൊ സജിന ആ ഒരു വീഡിയോയിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിട്ട് എന്തോ ഒരു സീൻ കണ്ടു, പുള്ളിക്കാരി ഒരു റിലേഷൻഷിപ്പിന് ആണെന്നുള്ള ഒരു സംഭവം അറിഞ്ഞു. അപ്പൊ അത് പുള്ളിക്കാരി നേരിട്ട് വന്ന് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ പുള്ളിക്കാരിനെ വിളിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ എല്ലാ ഡീറ്റെയിൽസും പുറത്തു വിടുമെന്നാണ് സജിന അന്നേരം പറഞ്ഞത്. ഇതിനെല്ലാം പിന്നാലെ ആ ഒരു വീഡിയോയുടെ അവസാനം സജിന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ ജോഡി നമ്പർ 1 അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ഫിറോസ് ഖാൻ ഒരു പെൺകുട്ടിയെ ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് മിററിൽ കൂടെ കണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്തായാലും അത് കേട്ടിട്ടുണ്ട്. കാര്യം ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക. അഥവാ ഇനി അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഞാൻ ഇവിടെ ഒന്ന് പ്ലെയിൻ ചെയ്യാം, ഒന്ന് കേട്ടോ. അത് മറ്റൊന്നും കണ്ടല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കേട്ടാൽ മാത്രമേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കും. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണെന്ന് പറഞ്ഞൂടെ, നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിന്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ളവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്കിരിക്കുന്നു. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എത്തിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു, അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്നു പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോകുന്നു വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ നമ്മളെല്ലാം ചിരിച്ചോണ്ടിരുന്നപ്പോൾ ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുന്നു തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാവരും കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പൊ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിക്കുന്നു. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മളെ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞാലും മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അത് ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോ സജ്ജന ഫിറോസ് പറയുന്ന ഈ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ആ ഒരു പെൺകുട്ടി വന്ന് പറയുന്നത്. അത് എന്തോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ആ ഒരു ഫ്രഞ്ച് അടിച്ചെന്നുള്ളൊരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ് സത്യാവസ്ഥയെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ആ പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്തായാലും പ്ലേ ചെയ്യാം, അതൊന്ന് കേട്ടു നോക്ക്. ഏകദേശം കുറെ ഒരു 20 മിനിറ്റോളം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു റെക്കോർഡ്. എന്തായാലും അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത കുറെ ഭാഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ട് മുഴുവനായിട്ട് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കും. ഈ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ്. അതില് ഞാനത് യൂട്യൂബിൽ ആകർഷികമായിട്ട് കണ്ടതാണ്. കണ്ട സമയത്ത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സില് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാ,
സൂര്യ ജോഡി ഓർ സൂപ്പർ ജോഡി, സൂര്യ ജോഡി എന്ന പ്രോഗ്രാമാണ് കൊറോണയുടെ തൊട്ട് മുന്നേ ടെലികാസ്റ്റ് സൂര്യ ടിവിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതില് വെച്ചിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ആള് ഞാനാണ്. പക്ഷെ എനിക്കും എന്റെ വേർഷൻ പറയാനുണ്ട്. കാര്യം ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് ഈ പേഴ്സണലി ഇവർ രണ്ടുപേരും, എനിക്ക് പേര് പറയുന്നില്ല, ആ രണ്ട് വ്യക്തികളെയും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇവര് നല്ലൊരു കപ്പിൾസ് അല്ലേ എന്നുള്ള രീതിയിലൊരു ഇഷ്ടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇൻസിഡന്റ് ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള കാര്യം. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഈ രണ്ടു പേരോടും ഞാൻ ഇവർക്ക് മുഖം കൊടുക്കാറുമില്ല. ഈ രണ്ടുപേരോടും ഞാൻ അത്ര ഇതിലുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം വളച്ചൊടിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യ ജോഡി പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്ത് ഇവരിപ്പോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു. ഷൂട്ടിന്റെ ടയേർഡൊക്കെ വേണം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി കള്ളുടിക്കാനും സിസർ വലിക്കാനും ഒരു പാർട്ടി. നമ്മളിപ്പോ ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞ് ടയേർഡ് ആയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക ചെയ്യുക. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ ഇവർ ഈ പാർട്ടി നടത്തി പറയുന്നുണ്ടല്ലോ, ഈ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട്, എന്റെ റൂമിൽ വെച്ചിട്ട്. ഞാനും ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം. മീൻസ് ഈ ഷൂട്ട് സൺ ടിവിയുടെ ഫ്ലോറിലായിരുന്നു. അപ്പൊ ചെന്നൈ ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു റൂം രണ്ടുപേര് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നും വേണ്ട. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ, ഞാൻ ആരും പേര് എടുത്തെടുത്ത് പറയുന്നില്ല. അറിയാതെ എന്റെ വായിന്ന് പേര് വന്നാലും അത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തോളൂ. കാര്യം ചിലപ്പോൾ വായിൽ അറിയാതെ വന്നു പോകാമായിരിക്കാം അതിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിൽ ചില ആൾക്കാർ സീനിയർ, ഇത് ഒരുവിധം എല്ലാവരും അതിലൊക്കെ നമുക്ക് കണ്ടുപരിചയം. അതായത് ഇപ്പൊ ഞാനും കുറച്ചു പേര് മാത്രമേ ഉള്ളൂ പുതിയൊരു ആൾക്കാർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ റൂമിൽ പാർട്ടി വെക്കാൻ തന്നെ കാരണം അതായിരുന്നു. കാര്യം ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു റൂമിലുണ്ടായിരുന്നു, ലേഡി ആർട്ടിസ്റ്റ് തന്നെ. അപ്പോ ഞങ്ങളുടെ റൂം വെച്ചാൽ ടിൻ ബെഡ് ഉണ്ടായാലും ഒരു ബെഡ് അപ്പുറത്ത്, നടുക്കിൽ ടേബിൾ ഇപ്പുറത്ത്, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പാർട്ടി അവർ ഞങ്ങളുടെ റൂമിൽ തന്നെ വെക്കാൻ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, അങ്ങനത്തെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യില്ല. ആ കുട്ടി അന്ന് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, സോറി. അന്ന് ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടുമില്ല. ഇന്ന് വരെ ഞാൻ ഈ ലഹരി, കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ അങ്ങനത്തെ പരിപാടിയും എനിക്കില്ല. എന്നിട്ടും ഞങ്ങളുടെ റൂം തന്നെ ചൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാന്നുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂം ചൂസ് ചെയ്തു എന്നുള്ളത്. കാര്യം അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകൾ, അവരൊന്നും ഈ പരിപാടി അവരുടെ റൂമിലായി കഴിഞ്ഞാൽ അത്രയും അലങ്കോലാവുന്ന അവർക്ക് ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇവിടെ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ നോ പറയില്ലല്ലോ. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നോ പറയുന്നതായിരുന്നു. ഞാൻ എന്തായാലും ഈ കള്ളുടിക്കും പരിപാടിയൊന്നുമില്ല. അപ്പൊ എനിക്ക് പാർട്ടിക്കും താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ റൂമിൽ വേണ്ട, നിങ്ങളുടെ റൂമിലായിക്കോന്ന് എനിക്ക് പറയാൻ ഗട്സ് ഇന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലം ഉണ്ടായിരുന്നുള്ള ഒരു സമയമായിരുന്നു. അപ്പോ ഇവര് ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയില് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ആക്ടിക് ഷൂട്ട് ചെയ്യേണ്ടി ഞങ്ങൾ കള്ളും സിസറും, ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ. അയ്യോ, സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ അത് സിസർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ലിറ്ററലി പറയാൻ ഇത് എന്നോട് പറയിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് മാത്രം പറയാണ്. ഇതിപ്പോ ഞാൻ ഇതാകെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തും നാട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവര് ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പറയുമല്ലോ, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നേ വരെ ഞാൻ വേറൊരാളടുത്ത് ഞാൻ പറയേണ്ടി വന്നായിരുന്നില്ല. ഇന്നലെ ഈ ലൈവ് കണ്ടതുകൊണ്ട് മാത്രമേ പറയുന്നത്. ഞാൻ അവിടെ എന്റെ ബെഡില് പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു. അപ്പുറത്ത് എന്റെ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന മറ്റേ കുട്ടി അപ്പുറത്തിരിക്കുന്നു. ആ കുട്ടി ഒരു സീരിയൽ ചെയ്യുന്ന കുട്ടി തന്നെയാണെങ്കിൽ പേര് കറക്റ്റ് അറിയില്ല. അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ഇപ്പൊ സിസർ മാത്രം ഞങ്ങൾ തെറ്റിദ്ധരിക്കാണ്ടെന്ന് എടുത്ത് പറയുമ്പോൾ ആ ചേച്ചി സത്യം, അങ്ങനെ എല്ലാം പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയാണെങ്കിൽ സത്യം കൂടി പറയണം. സിസർ മാത്രമല്ല അവിടെ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത് ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം, ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു. ഇപ്പൊ നേരത്തെ പറയുമ്പോൾ പറയാം, ആയുർവേദ ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞു, ഇവരെന്തൊരു ആട്ടുകട്ടം പോലൊരു സാധനം കൊടുത്തിട്ട് ഈ നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിൽ ഇട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ മാതിരി ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെയായിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലാതെ ഞങ്ങൾ അതിലേക്ക് അത്ര ആ ഒരു വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി, ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവെ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല.
അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഇവർ ഇതന്നെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഈ എന്താണ് പറയാ, ഈ ഈ പറയുന്ന ഈ ചേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു, അവരുടേതായ റൊമാൻസ് മൂലയ്ക്ക് നടക്കുന്നു. ഈ പറയുന്ന ഹസ്ബൻഡും വൈഫ് തന്നെ കേട്ടോ, ഈ പറയുന്ന സോക്കോളുടെ ഹസ്ബൻഡ് വൈഫിന്റെ കാര്യമാണ് പറയുന്നത്. അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിസ്സംഗ ജീവി പോലെ ഇരിക്കുക. കാര്യം നമുക്കൊന്നും പറയാനുള്ള വോയിസ് അന്ന് ആയിട്ടില്ല. കാര്യം അവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് പോകേണ്ട ആവശ്യം. ഇവര് അത് പറയട്ടോ, സിസർ വലിക്കുന്നത് ഇവര് റൂമെന്നല്ലേ, സിസർ വലിക്കുന്നത് ഇവര് ബാത്റൂമിന്റെ അകത്താട്ടോ എല്ലാവരും. കാര്യം അത് പുക വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ആവശ്യക്കാർ ഇറങ്ങും, പുറത്ത് മീൻസ് പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയായിരുന്നു ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ. ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഡോറൊന്നും ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കാണ്. കാര്യം ഒരു ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്. ഫുൾ പുകയാണ്, നമ്മളൊരു കോടമഞ്ഞ് പോലെ പുക കെട്ടി കിടക്കുകയാണ്. സോറി, പേര് വായിൽ വരുന്നുണ്ട് ഒന്ന്. ഈ പറയുന്ന വ്യക്തി ഡോറിന്റെ അടുത്താണ്, ഡോറിന്റെ കറക്റ്റ് ഡോറിന്റെ അവിടെയാണ് നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക്, ഈ ഡോറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു റൂം, ഒരു സ്യൂട്ട് റൂം പോലും ഇല്ല, നോർമൽ ഒരു റൂമാണ്. 2 ബെഡും ആ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു അലമാറയും മിററും ഈ പറഞ്ഞ ബാത്റൂമും. ഒരാൾക്ക് ഒരു ഹോട്ടൽ റൂം ആലോചിച്ചാൽ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോ ഈ അവിടെ ഞാൻ ഈ വാർഡ്രോബിന്റെ അവിടെ എത്തിയെന്ന് തന്നെ മനസ്സിലായി. എനിക്ക് ബാത്റൂം പോകാൻ പറ്റണ അന്തരീക്ഷമല്ല അവിടെയെന്ന് എനിക്ക് മനസ്സിലായി. അവരാണെങ്കിൽ കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, നമ്മൾക്കൊന്ന് മാറി തരുന്നുമില്ല. അപ്പൊ കള്ള് കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെ അല്ല. ഇതുവരെ മോശമായിട്ട് ആ ഒരു നിമിഷം വരെ, അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ, കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷനും ഷൂട്ടിന്റെ ഇടയിലൊന്നും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആവൂല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മളൊന്നും എന്താ പറയുക, നമുക്ക് ഒരു ഞാൻ എങ്ങനെ ഇപ്പൊ പറയാൻ എനിക്കറിയില്ല. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മളടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ സൂക്ഷിക്കാൻ ഇയാളടുത്ത് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതുവരെ എന്നോട്. ആ സമയത്ത് ഞാനും വിചാരിച്ച് കള്ള് വയറ്റിൽ ചെന്നതിന്റെ കള്ളും പുറത്തുള്ള കിക്കായിരിക്കും വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കള്ള് വയറ്റി ചെന്ന പിന്നെ ഒടുക്കത്തെ സ്നേഹപ്രകടനം കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക, ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആളെന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധത്തോട് നിർബന്ധം. ഞാൻ വലിക്കൂല. എന്നെ അറിയുന്ന എന്റെ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, ഞാൻ കള്ളും കുടിക്കില്ല, ഞാൻ സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിലില്ല. ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാണ്ട് അത് അത്രയും അങ്ങനെ ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ആളും അല്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കും. ആ ഒരു ഇത് എനിക്ക് ഒരു കുറവേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിങ്ങി നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ ഇത് ഇതാക്കിയില്ല. അതിന് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അപ്പൊ ആളെന്റെ ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡില് ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റേ 2 പേരുടെ പേരേക്ക് പറയാൻ കാര്യം അത് പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ 2 പേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതിനിധീകരിച്ചിട്ട് അവരുമായിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനയും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളെന്നോട് ഇങ്ങനെ എന്താ പറയാ, കിക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇത് വലിക്കൂ, നീ ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കില്ലേ ഷെയ്ക്കിന്റെ, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മൾ വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറഞ്ഞ വരെ എക്സ്പീരിയൻസോ, നമ്മൾ ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും. ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു പിടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവര് നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം, നമ്മൾ പറയും നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മളടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോവും. കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കോ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരെടുത്ത് ദീപ്തി, ഈ ഹരിണി, ഇവരടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു.
ഇവര് കണ്ടു മിററിലൂടെ ഈ സാധനം കണ്ടു. ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ, ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത്. ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിളപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നുണ്ട്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു. എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹായ് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനങ്ങ പടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റാ. പിന്നെ ആള് മിണ്ടുന്നില്ല. കോഴി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത്, ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നെന്ന് ചോദിക്കണ്ടേ? അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റ് ആ പെൺകുട്ടിയും കൂടി, ദീപ്തി ഹരിണിയും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി, നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. ഇവര് ഇവിടെ എന്താ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്നിട്ട് അവിടെ റൂം പോയിട്ട് ഞാൻ ഇരുന്ന് കരയായിരുന്നു റൂമിൽ. ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ട്. കാര്യം ആ നേരത്തെ ഇവര് പേടിക്കണ്ടാച്ചിട്ട് ഞാൻ അത് കാര്യം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ആകെ എന്തോ പോലെ ഉണ്ട് പറഞ്ഞപ്പോ നീ പേടിക്കണം, റീ എന്താണ് ഇപ്പൊ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിച്ചു. സാറിന്റെ മകനായിരുന്നു എന്റെ ഡാൻസ് പാർട്ണർ ആയിട്ടുണ്ടായിരുന്നത്. നീ ആ പാട്ട് മിക്സ് ചെയ്യാൻ പുറത്തു പോയിരിക്കായിരുന്നു പെർഫോമൻസിന്റെ. ഇനി വന്നിട്ട് ഞാൻ പൊതുവെ ആ സമയത്തൊന്നും അത്ര വലിയ രസത്തിലും കൂടിയല്ല. എപ്പോഴും ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ഡാൻസിന്റെ കാര്യത്തിൽ തെറ്റലും പിടിക്കുന്നത്. പക്ഷെ ഇനി വരെ വന്നിട്ട് നിനക്ക് എന്നെ ഒന്നും വിളിക്കായിരുന്നില്ല ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത്, നീ അവിടെ ഒന്നും ഞാൻ അവരുടെ കൂടെ ഒന്നും പോയി ഇതാക്കണ്ട, നീ ഇവിടെ ഇരുന്നോ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ വാക്കിലാണ് ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആശ്വാസവാക്ക് പറയില്ലേ. അതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു. ഇവരുടെ പേരും ഞാൻ പറയട്ടോ, കരാ ചേച്ചി പേര് പറഞ്ഞോണ്ട്. ജിഷിനേട്ടനും പ്രമോദേട്ടനുമാണ് കണ്ടു. അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് എന്ന് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്, നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ രണ്ടുപേരെ, ഞാൻ ജിഷ്ണേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ രണ്ടുപേരെയും രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾക്ക് ഭ്രാന്താണ്, ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തില് ഞങ്ങൾ അതിന് എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. സോറി, എന്റെ പേര് ഞാൻ തന്നെ പറഞ്ഞു, സോറി. നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോഴും കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാന് ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റ് അവർക്കും ഇല്ലാന്നും അവരെന്നോട് രാവിലെ പറഞ്ഞു. രണ്ടുപേർക്കും ഞാൻ വിളിച്ചു. എന്റെ ഷോ കോർഡിനേറ്റർ അന്നുണ്ടായിരുന്ന ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്നെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്, ഇത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോയില് ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചി അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതില് കുറെ പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 17 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ, അതൊരു പോക്സോയിൽ പെടുന്ന കാര്യമാണ്. ആ ചേച്ചിക്ക് തെളിവുണ്ട് പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ളവരായിട്ട് ബാംഗ്ലൂർ പോയി സംഭവം എന്തൊക്കെയാ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. 3ാമത്തെ ഒരു ആയുർവേദ ഡോക്ടർ, 4ാമത്തെ മറ്റേ ഇപ്പത്തെ ഇഷ്യൂല് വന്ന പെണ്ണ്, 5ാമത്തെ ടോപ്പിക്കാണ് സൂര്യ ജോഡി മറ്റേ എന്റെ കാര്യം പറയുന്നത്. ഞാൻ മറ്റേ കാര്യങ്ങൾ അത്രയും കേട്ടിട്ട് ഞാൻ വിശ്വസിച്ച് ഇങ്ങനെ വന്നു, അയ്യോ ഈ ചേച്ചി ഇത്രയും സഹിച്ചിട്ടാണോ എന്നത് എന്തായാലും എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഡേ കിടക്കണം എന്റെ കാര്യം. അതോടുകൂടി മറ്റേന്റെ ക്രെഡിബിലിറ്റി വരെ പോയി. സത്യത്തില് മറ്റേത് വരെ എനിക്ക് ഈ ചേച്ചി ഇപ്പൊ എന്റെ കാര്യത്തിൽ നോണയല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ അതും നോണയായിരിക്കും നോണയായിരിക്കും എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേട്ടോ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയുകയാണെ. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ, ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ വെളിയിലിടും, അവളെ എനിക്ക് മെസ്സേജ് അയക്കണം, എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞാൻ അവളുടെ പേര് വെളിയിലിടുന്നു. എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ഞാൻ ഈ എന്താണ് വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ചേച്ചിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ആ ചേച്ചിയുടെ നമ്പർ എന്റെ അടുത്തില്ല, ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ലെങ്തി വോയിസ് കാര്യങ്ങൾ, ചേച്ചിക്ക് എന്ത് ദേഷ്യത്തിന് പുറത്തെ ചേച്ചി എന്നെ അങ്ങനെ പറയുന്നത് വേണ്ടി ഞാൻ വോയിസ് അയച്ചു. ആ ചേച്ചി എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, ഓഫ് കോൾ കണ്ടിട്ടുണ്ടാവും. ആ ചേച്ചി എന്തുകൊണ്ട് എനിക്ക് റിപ്ലൈ തരുന്നില്ല?
അതേമാതിരി ഞങ്ങളുടെ കോർഡിനേറ്റർ ആ വോയിസ് ഞാൻ ഇതിൽ ഇടാം. കോർഡിനേറ്റർ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ്. ആ ചേച്ചി കേട്ടു, ആ ചേച്ചി റിപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. മനസ്സവാചം എനിക്ക് ഈ ചേച്ചി പറഞ്ഞ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയാണ് ഉണ്ടായത്. ആ ഉൾട്ടയായിട്ട് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പൊലിമ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. ആ ചേച്ചിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ ഹസ്ബൻഡ് ആള് ശരിയല്ല, ആള് മിസ്ബിഹേവ് ചെയ്തെന്ന് ഞാൻ കണ്ടിട്ട് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാലും ഞാൻ മിണ്ടില്ലായിരുന്നു ഈ കാര്യം. കാര്യം സംഭവം സത്യമാണ്. പക്ഷെ അവിടെ ഞാനും കൂടി ഇൻവോൾവ് ചെയ്ത് പറയുമ്പോഴാണ് എനിക്ക് സങ്കടവും എനിക്ക് ദേഷ്യവും വരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യം. ഞാൻ അത് കേട്ട ഉടനെ ഞാൻ കേട്ട ഉടനെ അർദ്ധരാത്രി ഞാൻ വിളിച്ചത് മൂപ്പൻ ചേട്ടനെയാണ്, ശരത്തേട്ടനാണ്, മൂപ്പൻസ് വ്ലോഗ്. ആളടുത്ത് ഞാൻ സങ്കടം കുറെ പറഞ്ഞു. ആളെന്നോട് പറഞ്ഞു, നീ അത് പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഒഴിവാക്കിയേക്ക്. കാര്യം അവരുടെ ഒരു യൂണിവേഴ്സ്, എനിക്കും കേട്ടോ അവരുടെ യൂണിവേഴ്സിലും ലൂപ്പിലും കയറാൻ എനിക്ക് താല്പര്യമേ ഇല്ല. സായി ചേട്ടനും ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ട് കാര്യങ്ങൾ ആളടുത്ത് ഞാൻ പറഞ്ഞപ്പോഴും ആളും എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി അതിൽ എനിക്ക് എന്റേതായ കരിയറും പ്രൊഫഷനുമായിട്ട് പോകാൻ എനിക്കിഷ്ടം. ഇവരുടെ കയറിയിട്ട് ഒരു റീച്ച് പേരൊന്നും മ്യൂട്ട് ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഈ ചേച്ചിയുടെ പറയുന്ന സോക്കോൾ ഹസ്ബൻഡ് ഡിവേഴ്സ് ആയിട്ടില്ല, എനിക്ക് അങ്ങനെ പറയാലോ ഹസ്ബൻഡ് ആണെന്ന്. ആ വീഡിയോയിൽ പറയണ്ടല്ലോ ഡിവേഴ്സ് അല്ലാന്ന്. അപ്പൊ ഈ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് അയച്ചു. ഹസ്ബൻഡ് ബബ്ബ അടിക്കണം എന്നോട്, നിങ്ങൾ ഇനി രണ്ടുപേരും കൂടി റീച്ച് ഉണ്ടാക്കാനാണോ എന്ന്. എനിക്ക് അങ്ങനെ പറയാം, എന്നോട് അഭിനയിക്കില്ല കേട്ടോ, എന്നോട് അഭിനയിക്കരുത്, നിങ്ങൾ അഭിനയിച്ചോളൂ, നിങ്ങൾ സീരിയലിൽ അഭിനയിച്ചോളൂ, പക്ഷെ എന്റെ അടുത്ത് അഭിനയിക്കരുത് പറഞ്ഞു ഞാൻ. കാര്യം എനിക്ക് ഈ റീച്ച് നിങ്ങളുടെ ഇടയിൽ കിടന്നിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്കിൽ കിടന്നിട്ടുള്ള റീച്ച് എനിക്ക് വേണ്ട. അതേമാതിരി ഈ ചേച്ചിയാണെങ്കിലും ബിഗ് ബോസിലത്തെ ആ സ്ത്രീ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ എടുത്ത് വെളിയിലിടും, നിന്നെ അലക്കും എന്ന് പറയുന്നത്. ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല എനിക്ക്. ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതാണോ എന്ന് അങ്ങനെ തോന്നാനും എനിക്കില്ല. കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന രീതിയിലല്ല ആ സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീ ഞാൻ കണ്ടു. നമുക്ക് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. ഞാൻ സായി ചേട്ടനോട് ഞാൻ അതാ, ബ്രോനോട് ഞാൻ അതാ പറഞ്ഞത്. അപ്പം ആള് ഈ ചേച്ചിക്ക് വിളിച്ചപ്പോ ഈ ചേച്ചിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആ കാര്യം ആ ടോപ്പിക്ക് ഞാൻ എടുത്തിടുന്നില്ല. ഇനി അവളായിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെളിവുണ്ട്. എന്റെ കൂടെ സാക്ഷി പറയാൻ 2 ആൾക്കാരുണ്ട്, അവരെ കൊടുന്ന് പറയും പറഞ്ഞു. എനിക്കും ഉണ്ട്. ഇതെന്താ കണ്ടത് ഈ പറഞ്ഞ ഈ 2 വ്യക്തികളാണെങ്കിൽ അതേ 2 വ്യക്തികളുടെ വോയിസ് റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഈ പറയുന്ന ജിഷ്ണേട്ടനാ പ്രമോദേട്ടനാണ് ഇവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജിഷ്ണേട്ടനോടും പ്രമോദേട്ടനോടും ഞാൻ രാവിലെ സംസാരിച്ചതാണ്. അവര് പറയുന്ന റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയാനും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ഇങ്ങനെ ഈ എന്താ സംഭവം അവിടെ തക്കതായി കണ്ണുകൊണ്ട് കണ്ട വ്യക്തികളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ദീപ്തി ആണെങ്കിലും ഹരിണി ആണെങ്കിലും മറ്റേ കുട്ടിയാണെങ്കിലും കണ്ടതാണ്. അത് കറക്റ്റ് ആയിട്ട് അറിയണതാണ് എന്താ നടന്ന കാര്യം. ഞങ്ങൾ ആ റൂമിൽ ഞാൻ വന്ന് കരങ്ങിയിരിക്കും റൂമിൽ ഒന്ന് വെറുതെ വന്ന് നോക്കി, പാർട്ടി നടക്കുന്ന റൂമിൽ. അവിടെ ലിറ്ററലി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ റൂം കിടക്കണ കോലം കാണണം. കള്ള് കുപ്പി വീണ് കിടക്കുന്നു, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു, ഒരു ചായക്കപ്പ് പൊട്ടി, മറ്റേ വെള്ളം കുടിക്കുന്ന 2 ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു. പിന്നെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ മൊത്തം പോക. അവിടെ എന്താ പറയാ, പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റൂം. ഞാനും മറ്റേ കൊച്ചും കൂടി രാവിലെ പോയ സമയം റൂമിൽ കയറുമ്പോ ഞങ്ങള് ആ ഒന്നാമത് തമിഴ്നാട്, ഞങ്ങളതിൽ പറയും ചെയ്തു ഈ ഹോട്ടലത്തെ ആൾക്കാർ ഞങ്ങൾ ഈ കീ കൊണ്ടേ കൊടുത്തിട്ട് റൂം ക്ലീൻ ചെയ്യണം പറയുമ്പോൾ ഞങ്ങള് ഈ മലയാളീസ് ഇങ്ങനെയാണോന്ന് തെറ്റിദ്ധരിക്കുന്നില്ലേ. നമുക്കൊരു നടക്കട കീ കൊണ്ടേ കൊടുക്കുമ്പോ റൂം സർവീസിന്റെ അടുത്ത് റൂം സർവീസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഞങ്ങളുടെ റൂമാണല്ലോ, ഞങ്ങളല്ല അത് ചെയ്തു വെച്ചത്, പക്ഷെ ഞങ്ങളുടെ റൂമാണല്ലോ. അവര് വിചാരിക്കുക ഈ 2 പെണ്ണുങ്ങളാണ് ഈ കൂത്താടിയെന്നല്ല വിചാരിക്കുക. എനിക്കിതൊന്നും പറയാം, ബാക്കിയുള്ളവർക്ക് എന്നോട് എന്തിനും ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. കാര്യം എനിക്കിതൊക്കെ പറയേണ്ട അവസ്ഥ വന്നോണ്ടാണ്. അവിടെ ബാക്കി എൻജോയ് ചെയ്തവരെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തല്ല. അതൊക്കെ അവരുടെ എൻജോയ്മെന്റ്. അവർ കള്ളു കുടിക്കുകയെ, അവര് സിഗരറ്റ് വലിക്കുക, അവർ കഞ്ചാവടിക്കുകയെ എന്താച്ചാ ചെയ്തോട്ടെ. പക്ഷെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇതിൽ കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇടരുത്. അത് ഈ ചേച്ചിയായിട്ട് ഇപ്പൊ ഇത് വലിച്ചു വാരി എന്റെ വായിൽ നിന്ന് പറയിപ്പിച്ചതാണ്. ഞാൻ വേറെ ആരും ഒന്നും ബ്ലെയിം ചെയ്യാനോ ഒരു കാര്യത്തിലും വരില്ല. അന്ന് അവിടെ നടന്ന സംഭവം പറയുമ്പോ എനിക്ക് എല്ലാതും പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുമല്ലതായി പോവും. അപ്പൊ ഈ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ 20 മിനിറ്റ് ഉള്ള ഒരു വോയിസ് ആണ്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് സത്യാവസ്ഥയെന്ന് മനസ്സിലാവുന്നില്ല. സജിന പറയുന്നതും തള്ളിക്കളയാൻ പറ്റത്തില്ല, ഈ പറയുന്നതും എനിക്ക് ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും 2 പേരുടെയും ഭാഗത്ത് നിന്ന് നല്ല രീതിയിലൊരു സംസാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ അവർ 2 പേരും രംഗത്ത് വന്ന ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ആരോപണം നടത്തിയതിന് പിന്നാലെ സജിനയ്ക്ക് ഒരുപാട് വോയിസ് മെസ്സേജ് ഈ പെണ്ണ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സജിന അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ലെന്നും പറയുന്നുണ്ട്. സൂര്യ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും സജിനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനും സജിന റിപ്ലൈ കൊടുത്തിട്ടില്ല. ആ
പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ സജനയ്ക്ക് അയച്ച വോയിസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ഈ ആ വിഷയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായിപ്പോയി. ഷോയുടെ ഇടയിൽ നടന്ന വിഷയം അത് ഓൾറെഡി പിറ്റേ ദിവസം നിങ്ങൾ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നു, നിങ്ങൾ പൊട്ടിത്തെറിച്ചായിരുന്നു. അതിന്റെ ജെന്യുവിനിറ്റി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായതാണ്. അത് അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല. ആ കുട്ടി അങ്ങനെ ഒരാളെ അല്ല. ആ കുട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ ഒരാളെ അല്ല. അന്ന് നമുക്ക് ആ കുട്ടിയെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കുട്ടി നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല കേട്ടോ. അത് ആ പറഞ്ഞത് ഭയങ്കര തെറ്റായ ഒരു ധാരണയായി പോയി. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നിങ്ങളൊക്കെ ലഹരിയായിരുന്നു, ആ കുട്ടി അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടിയുടെ റൂമിലാണ് നിങ്ങൾ ഇരുന്നത്, ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, ആ കുട്ടി യൂസ് ചെയ്യത്തില്ല. അപ്പൊ അത് യൂസ് ചെയ്യാത്ത ഒരാള് അത് യൂസ് ചെയ്തിരുന്ന നിങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആര് പറയുന്നതിലാണ് കാര്യമുള്ളത്? അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ അത് വ്യക്തമായി അത് ഫോഴ്സ്ഫുള്ളി അദ്ദേഹം കുട്ടിയുടെ കൈ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയാം. അവിടെ ഇരുന്ന് അത് കണ്ട ആളുകളുണ്ട്, അവിടെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരൊക്കെ വന്ന് അത് ഭയങ്കര കോൺട്രവേഴ്സി ആവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അത് ആ കുട്ടിയോട് ഇങ്ങനെ വിളിച്ച് നിങ്ങൾ തിരുത്തണം. അത് ശ്രദ്ധിക്കും. അപ്പോ കണ്ടില്ലേ, അപ്പം ഈ ആ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആണ് ഈ ഒരു വോയിസ് സജനയ്ക്ക് അയച്ചത്. പക്ഷെ അത് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇതുവരെ എന്നാണ് പറയുന്നത്. ഈ ജിതിൻ ചേട്ടനോ മറ്റേ ആ സൂര്യ ജോഡിയിലുള്ള മറ്റേ പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരനും സജനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും ഈ പറഞ്ഞ സജന റിപ്ലൈ കൊടുക്കുന്നില്ല. റിപ്ലൈ കൊടുത്തത് ആകപ്പാട് സീക്രട്ട് ഏജന്റിന് മാത്രം. എന്തായാലും സജനയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറയുന്നുണ്ട്. എന്താണോ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം എന്താണ്, ഈ സജന ഇവർക്ക് റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നത്. സജന എത്രയും പെട്ടെന്ന് ഇതിനൊരു റിപ്ലൈ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാമല്ലോ. ഈ ആരോപണം ബാധിക്കപ്പെട്ടവർ റിപ്ലൈ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. കാര്യം അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനൊരു ആൻസർ കൊടുക്കണ്ടേ. ഈ സജന ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഇനിയും വലിച്ചു കീറും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വോയിസുകളൊക്കെ പുറത്തു വന്നതോടുകൂടി സജനത്തേക്ക് ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്ത എല്ലാവരും അതിനി വിശ്വസിക്കണോ, ഇനി കള്ളമാണോ എന്നുള്ള ആ ഒരു കാര്യം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന് റിപ്ലൈ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, ആ ഒരു സൂര്യ ജോഡി നമ്പർ 1 വന്ന് പറഞ്ഞ ആ ഒരു ഈ പെൺകുട്ടിക്ക് കിസ് കൊടുത്തെന്നുള്ള കാര്യം, അത് കള്ളമാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കള്ളമാണെന്ന് ആൾക്കാർ പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ലാസ്റ്റ് ഫിറോസ് ഖാന്റെ കാര്യം അറിയാലോ, പുള്ളിക്കാരൻ നല്ല പുള്ളിയാവുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അപ്പൊ എനിക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.